പോലെ തന്നെ ഓരോവിധ മണ്ണിന്റെ ഉള്ളിൽ പരിശോധിക്കുന്ന പല ഡിറ്റക്ടറുകളും ഉപയോഗിച്ചു നോക്കി, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യനും ഒരു വലിയ തടിലോറിയും ചെറിയ ഒരു ഓട്ടോറിക്ഷയല്ല. ആലോചിച്ചു നോക്ക്, 3 ചക്രമുള്ള ഓട്ടോറിക്ഷയല്ല, അതല്ലെങ്കിൽ ഒരു ജീപ്പല്ല, അതല്ലെങ്കിൽ നിസ്സാരമായ ഒരു വാഹനമല്ല. ഭാരത് ബെൻസ് എന്ന് പറയുന്ന നീളമുള്ള വലിയ വണ്ടി, അതിൽ നിറയെ തടി, അത് മുഴുവനും മണ്ണിനടിയിലായപ്പോ ആധുനിക സംവിധാനങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് പ്രവർത്തിച്ചു. വലിയ വലിയ മുങ്ങൽ വിദഗ്ധന്മാർ വന്നു. എല്ലാ സംവിധാനങ്ങളും കർണാടകയുടെ പരിസരത്തേക്ക് വന്നു. 3 മാസക്കാലം ആ മനുഷ്യൻ ആ മണ്ണിന്റെ ഇടയിൽ കിടന്നിട്ട് 3 ദിവസം പോയിട്ട് ഇത്രയും കാലം ആ മനുഷ്യന് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിയാതെ അവസാനം 3 മാസങ്ങൾക്കിപ്പുറത്ത് ആ മനുഷ്യന്റെ ചേതനയറ്റ ശരീരത്ത് ഭാരത് ബെൻസിന്റെ ഉള്ളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ വലിച്ചെടുക്കുമ്പോ വിശ്വാസി പഠിച്ചോളോ, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫൗക് ലം യൻഫൗക് ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹുല്ലാഹ്. അല്ലാഹ് കണക്കാക്കിയാലല്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്ത് ബാക്കിയാകുന്നില്ല.